السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മൾ 2020 സെറ്റാണ് ചർച്ച ചെയ്യുന്നത്. 2020 ഒറ്റ പരീക്ഷ നടന്നിട്ടില്ല. ജൂൺ ഡിസംബർ അങ്ങനെ രണ്ട് സർക്കിളായിട്ട് നടന്നിട്ടില്ല. ഒറ്റ ടേമിലാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിലെ ആദ്യത്തെ ഒരു പാർട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൈകാര്യം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കാമിൽ കൈലാനി ജമാഅത്ത് അപ്പോളോയുടെ മെമ്പറായിരുന്നു. അദ്ദേഹം ഇറാഖി കവിയായിരുന്നു. പെട്ടെന്ന് ആൻസർ ചെയ്യട്ടോ. ഓക്കെ, കാമിൽ കൈലാനി ജമാഅത്ത് അപ്പോളോ എന്ന് പറയുന്ന മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇറാഖി ആയിരുന്നില്ല, അദ്ദേഹം മിസിരി ആയിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹം ഇറാഖിയാണ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ജമാഅത്ത് അപ്പോളോയുടെ മെമ്പർ ആയിരുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് 1 ശരിയുമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: മൻ അയ്യറക ഷൈഅൻ ഫീഹി മിസ്ലു. നിന്നാരെങ്കിലും ഈറത്തിലാക്കിയാൽ അവരിലും ആ ഒരു പ്രശ്നം ഉണ്ടാവും. അമൻ നലമക വജദമൻ യളിമുഹു. നിന്നെ ആരെങ്കിലും ആക്രമിച്ചാൽ അവനെ മറ്റൊരാൾ ആക്രമിക്കും. ഫഇദാ നുഹീത അനി ഷൈ നഹൈത അനി ഷൈ. ഇനി ഒരു വസ്തുവിനെ വിലക്കുകയാണെങ്കിൽ ഫബ്ദ ബിനഫ്സിക. ആദ്യം നിന്നിൽ നിന്ന് തുടങ്ങണം. വകുൻ അനിൽ ഐലത്തി മുഷ്തരിക്കൽ ഗിന. കുടുംബത്തിൽ നിന്റെ അഭിവൃദ്ധിയും സമൃദ്ധിയും ഒക്കെ തുല്യമായി പങ്കിടണം. പറഞ്ഞിട്ടുള്ള ആൾ ആരാണ്, അല്ലെങ്കിൽ ഇത് ആരുടെ ഹിക്മത്തിൽപ്പെട്ടാണ്? അറിയാം അല്ലെ? കൂടുതൽ ആളുകളും ആൻസർ ചെയ്തിട്ടുണ്ട്. ഖുസ്ബിന് സാധ്യതയാണ് അല്ലെ? നമ്മളെ ഖുസ്സിനെ പരിചയപ്പെടുന്നിടത്ത് ഹസൻ സയ്യാത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഖുസ്ബിന് സായിദ അദ്ദേഹം മരണപ്പെട്ടത് ഹിജറ 600-ലാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അദ്ദേഹം നജറാനിലെ അപ്പോസ്തലനൊക്കെ ആയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഖുതുബ സൂഖുൽ ഖുതുബയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അയ്യുഹന്നാസ് ഇസ്മഉ വഉ ഇന്നഹു മൻ ആശ മാത് വമൻ മാത ഫാത് എന്ന് പറഞ്ഞ് അതിനുശേഷം പറയുന്നു വമിൻ ഹികമിഹി. അദ്ദേഹത്തിന്റെ തത്വജ്ഞാനങ്ങളിൽ പെട്ടതാണ് മൻ അയ്യറക ഷൈഅൻ ഫഫീഹി മിസ്ലുഹു വമൻ ളലമക വജദ മൻ യളിമുഹു വഇദാ നഹൈത അനി ഷൈ ഫബ്ദ ബിനഫ്സി വകുൻ അഫൽ ഐലത്തി മുഷ്തരിക്കൽ ഗിന. വല തുഷാവിർ മഷ്ഗൂലൻ വൈൻ കാന ഹാസിമ. ബിസിയുള്ള ആളോട് മുഷാവറ നടത്താൻ നിൽക്കരുത്. വല ജാഇയൻ വൈൻ കാന ഫഹിമ. വിശക്കുന്നവരോട് മുഷാവറ നടത്തരുത്. വല മദ്ഊറൻ. പേടിച്ചു പോയവനോട് നടത്തരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കവിത ഖലീലയ്യ ഹുബ്ബ ത്വാലമ
ഖദ്റഖത്തുമ അജദ്ദ കമാല തഖ്ലിയാനി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ ഖബർ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം മർസിയത്തായിട്ട് പാടുന്ന വരിയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡയലോഗ് എന്ന് പറയുന്നതിന്റെ അറബി എന്താണ്? മുഹാദഥ എന്നുള്ളത്. ഓക്കെ, മുഹാദഥ എന്നുള്ളതാണ് ഡയലോഗ് എന്നുള്ളതിന്. മുബാഹത്ത ഡിസ്കഷൻ എന്ന് പറയാറുണ്ട്. അതേപോലെ മുനാസറ പ്ലീഡിങ്, അല്ലെ, പ്ലീഡ് വാദിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അത് മുഹാവറ, ഇന്റർലൊക്യൂഷൻ എന്നാണ് മുഹാവറക്ക് പറയാൻ. ഇനി മുവശഹാത്ത് ഉംദുലുസിൽ വളരുന്നത് എപ്പോഴാണ്? മുവശഹാത്ത് ഉംദുലുസിൽ വളരുന്നത് എപ്പോഴാണ്? എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. മുവശഹാത്ത് വളരുന്നത് ക്രിസ്തു വർഷം അല്ലെങ്കിൽ ക്രിസ്താബ്ദം 9-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഹിജറ വർഷം 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലുമാണ്. ഓക്കെ, ആ സമയത്താണ് മുവശഹാത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കവിതാ ശൈലി ഉന്ദുലുസ് കേന്ദ്രീകരിച്ച് രൂപപ്പെടുന്നു. ഓക്കെ, ഖാല മുസ്തഫ അബ്ദുൽ കരീം അത്തൗശീഹു ലൗനും മിൻ അൽവാനിൻ നവം. കവിത തന്നെയാണ്. ظهر أول ما ظهر بالأندلس في عهد الدولة المروانية في القرن التاسع الميلادي. 9-ാം നൂറ്റാണ്ടിൽ. ഓക്കെ, ക്രിസ്തു വർഷം. ഇത് ഹിജറ വർഷം 3-ാം നൂറ്റാണ്ടിന്റെ അവസാന സമയം എന്ന് നമുക്ക് പറയാം. ഭാഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നാണ് ഇബ്നു ഖൽദൂൻ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അമ്മ അഹ്ലുൽ ഉംദുലുസ് ഫലമ്മ കസറ ശിഅറു ഫീ ഖുതരിഹിം. ഉംദുലുസിൽ കവിതയൊക്കെ വ്യാപകമായി വതഹദ്ദബത് മനാഹിഹി വഫുനൂനുഹു വബലഗത് തൻമീഖു ഫീഹിൽ ഗായ ഇസ്തഹദഥൽ മുതഅഖിറൂന മിൻഹും ഫന്നൻ സമ്മൗഹു ബിൽ മുവശഹ്. ഓക്കെ, മുവശഹ് എന്ന് പറയുന്ന ഒരു ഫന്നവരെ രൂപപ്പെടുത്തി. യൻളിമൂനഹു അസ്മാത്തൻ അസ്മാത്ത, സമുത്തുകളായിട്ടാണ് അതിന്റെ പല്ലവികൾ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അതേപോലെ ഹുസ്നുകളായിട്ടുമാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഇനി അതിൽ മത്തല കുഫുല് ഖറജ, ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി മുസ്തഫ്ഇലുൻ ഫാഇലുൻ എന്ന് പറയുന്ന ഫന്നെ ഏത് വസിനാണ് അല്ലെങ്കിൽ ഏത് ബഹറാണ്? അറിയാം അല്ലെ, ബസീത്താണ് അല്ലെ. നമ്മൾ ഇന്നലത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു
നമുക്ക് മൊത്തം 16 ബഹറുകളുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ 4 വസനുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമ്മള് ഇന്നലെ പറഞ്ഞിരുന്നു ഓരോ വസനുകളില് ഒരു പ്രത്യേക സ്റ്റാർട്ടിംഗ് ലൈൻ ഉണ്ടല്ലേ, മുസ്തഫ്ഇലുൻ. മുസ്തഫ്ഇലുൻ എന്ന് തുടങ്ങുന്ന 5 ബഹറുകളുണ്ട്. ബസീത്ത്, അതേപോലെ റജിസ്, സരീഅ്, മുൻസരിഹ്, സരിഹ്, അതേപോലെ മുജിത്തസ്. ഈ 5 തുടങ്ങുന്നത് മുസ്തഫ്ഇൽ കൊണ്ടാണ്. ഇനി അതിന് ശേഷം ഫായിലാത്തുൻ എന്ന് തുടങ്ങുന്ന 4 ഉണ്ട്. ഫായിലാത്തുൻ എല്ലാം ഒരേപോലെ. ഇപ്പോ ഇതിൽ ബസീത്ത് മുസ്തഫ്ഇലുൻ, ഫായിലുൻ, മുസ്തഫ്ഇലുൻ, ഫായിലുൻ എന്നാണ്. ഏറ്റവും അഖദമ് ആയിട്ടുള്ള ബഹറാണ് റജിസ് എന്ന് പറയുന്നത്. അത് മുസ്തഫ്ഇലുൻ, മുസ്തഫ്ഇലുൻ, മുസ്തഫ്ഇലുൻ എന്നാണ്. സരിഹ് മുസ്തഫ്ഇലുൻ, മുസ്തഫ്ഇലുൻ, ഫായിലുൻ. മുൻസരിഹ് എന്ന് പറയുമ്പോൾ മുസ്തഫ്ഇലുൻ, മഫ്ഊലാത്തുൻ, മുസ്തഫ്ഇലുൻ. മുജിത്തസിന്റെ 2 തഫ്സീലത്തെ ഒന്നിലുള്ളൂ. മുസ്തഫിലുൻ ഫായിലാത്തുൻ, മുസ്തഫിലുൻ ഫായിലാത്തുൻ. ഇനി ഫായിലാത്തിൽ പറയുന്നതാണ് മദീദ്, റംല്, ഖഫീഫ്. നമ്മൾ ഈ സിലബസിൽ വരുന്ന ഖഫീഫ് തുടങ്ങുന്നത് ഫായിലാത്തുൻ, മുസ്തഫിലുൻ, ഫായിലാത്തുൻ എന്നാണ്. ഫായിലാത്തുൻ, മുസ്തഫിലുൻ, ഫായിലാത്തുൻ. ഓക്കെ. ഇനി ത്വവീല്, ഫഊലുൻ തുടങ്ങുന്ന 2 ഉണ്ട്. ഫഊലുൻ വഫാഈലുൻ, ഫഊലുൻ വഫാഈലുൻ എന്നുള്ളതാണ് ത്വവീലിന്റേത്. അതേപോലെ മുത്തഖാരിബും ഫഊലും, ഫഊലും, ഫഊലുൻ, ഫഊലുൻ എന്നാണ്. ഈ വാഫിർ നമുക്ക് പഠിക്കാനുള്ളതല്ല, പക്ഷെ അംർ ബിൻ കുൽത്തൂമിന്റെ മുഅല്ലഖ് എഴുതപ്പെടുന്നത് ബഹർ വാഫിറിലാണ് അല്ലെ. അത് മുഫാഅലത്തുൻ, മുഫാഅലത്തുൻ എന്നാണ്. പിന്നെ നമുക്ക് സിലബസിൽ വരുന്നത് കാമിലാണ്. കാമില് മുത്തഫാഇലുൻ, മുത്തഫാഇലുൻ, മുത്തഫാഇലുൻ എന്നാണ്. ഓക്കെ. അപ്പോ ഓരോ ബഹറുകളുടെയും തുടക്കത്തിൽ വരുന്ന ഒരു കുറച്ച് കൂട്ടുണ്ടാവും. മുസ്തഫിൽ കൊണ്ട് കുറച്ച് ബഹറുകളുണ്ട്, മുത്തഫായിൽ കൊണ്ട് പിന്നെ ആകെ കാമിൽ മാത്രമേ കാണും, വേറില്ല. ഓക്കെ. ഇങ്ങനെയാണ് ബഹറുകളുടെ ഒരു രീതി. താഴെയുള്ളതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എനിക്ക് തോന്നുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചവരാണ് എല്ലാവരും ചെയ്യുന്നത്. സൗണ്ട് കേൾക്കുന്നില്ല. ഓക്കെ, സോറി. അൽ ഹിന്ദ് ഫിൽ അഹദിൽ ഇസ്ലാമി എന്ന് പറയുന്നത് അബ്ദുല്ല അൽ ഹസനിയുടേതാണ്. അത് ശരിയാണ്. ഇന്നലെ നമ്മള് 2019 ഡിസംബർ സെറ്റ് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ 4 കിതാബിന്റെ പേരിൽ ഒന്ന് അൽ ഹിന്ദ് ഫിൽ അഹദിൽ ഇസ്ലാമിയാണ്. അപ്പൊ അവിടെ നമ്മൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് അബ്ദുല്ല അൽ ഹസനിയുടേതാണ്. അപ്പൊ നമ്മൾ 2020 എക്സാം എഴുതാൻ ഉദ്ദേശിച്ചിരുന്ന ഒരാളെ 2019 പഠിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നു. ആ 2019 ഡിസംബർ സെറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ വായിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ ആൻസർ കിട്ടിയിരുന്നു. അപ്പൊ PYQ പൂർവ്വകാല ചോദ്യങ്ങള് എല്ലാ പരീക്ഷയ്ക്കും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നെറ്റില് തൊട്ട് മുമ്പത്തെ പരീക്ഷയിൽ നോക്കി കൃത്യമായിട്ട് അത് ചെയ്തിരുന്നെങ്കിൽ ഈ ആൻസറിലേക്കാൾ ഈസി ആയിട്ട് എത്താൻ പറ്റും. താരീഖ് ഫിത്നത്തുൽ ഹിന്ദ് എന്ന് പറയുന്നത് ഫദലുൽ ഹൈറാബാദിയുടേതാണ്. ശരിയാണ്. അതേപോലെ തന്നെ ഇന്നലെ മറ്റൊരു ചോദ്യത്തിൽ റിജാലു സിന്ധു വൽ ഹിന്ദ് എന്ന് പറയുന്നത് ആരുടേതാണെന്നുണ്ട്? റിജാലു സിന്ധു വൽ ഹിന്ദ് ആരുടേതാണ്?
അത്ഹർ മുബാറക് ഫോറി. അത്ഹർ മുബാറക് ഫൂരിയുടേതാണ്. ഓക്കെ, അത് നദ്വിയുടേത് അല്ല, മുബാറക് ഫൂരിയുടേതാണ്. ഇനി അൽ മുസ്ലിമൂൻ ഫിൽ ഹിന്ദ് എന്ന് പറയുന്നത് സിദ്ദീഖ് ഹസൻ ഖാൻ ഖനൂജിയുടേതാണ്. അത് ആരുടേതാണ്? അബുൽ ഹസൻ നദ്വിയുടേതാണ്. ഓക്കെ, അപ്പൊ ഇതില് ഈ രണ്ടെണ്ണം മാത്രമേ ശരിയുള്ളൂ. ബി ശരിയാണ് പക്ഷെ സി ശരിയല്ല, ബി ശരിയാണ് പക്ഷെ ഡി ശരിയല്ല, എ ശരിയാണ് പക്ഷെ ഡി ശരിയല്ല. രണ്ടും ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇത് മാത്രം. ഇനി യമാമ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ട ഹുഫാദുകളുടെ എണ്ണം എത്രയാണ്? പലയിടങ്ങളിലായിട്ട് കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ? ഖുറാനുമായി ബന്ധപ്പെട്ട പല ക്ലാസ്സുകളിലും മറ്റൊക്കെ കേട്ടൊരു ആൻസർ തന്നെ ആയിരിക്കും. 70 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെ? ഇത് ഹസൻ സിയാത്തില് ഖുർആന്റെ ജംഅ വ തദ്വീൻ എന്ന് പറയുന്ന ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. നസറൽ ഖുർആൻ മുനജ്ജമൻ, ഖുർആൻ ഘട്ടം ഘട്ടമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കമാ ഖുൽനാ ഫീ 23 സന, 23 വർഷം. ഓക്കെ, മൂജബ വ അഹ്വാലിൻ ദാഇയ വ ഉഅലിന ഖിതാമുഹു ഫി സന അൽ 10 മിനൽ ഹിജ്റ. ഹിജ്റ 10-ാം വർഷം അതിന്റെ പൂർത്തീകരണം അറിയിക്കപ്പെട്ടു. ഖബല വഫാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി 3 അശ്ഹുർ. ഓക്കെ, وبعد أن رتبت آية وتمت سورة إلا أنها لم تجمع في مصحف واحد في حياته. തങ്ങളുടെ ആ വിശുദ്ധമായ ജീവിതകാലത്ത് അത് ഒറ്റ മുസാഫിൽ ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല. വൈന്നമാ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ വഫാത്താകുന്നു ഏതവസ്ഥയിൽ? വൽ ഖുർആൻ ഇമ്മാ മസ്തൂറുൻ ഫിൽ ഉസ്ബ് വൽ ലിഖാഫ് വൽ അക്താ, കല്ലുകളിലോ അല്ലെങ്കിൽ എല്ലിന്റെ ഇതിലൊക്കെ ആയിട്ട് എഴുതപ്പെട്ടു. അല്ലെങ്കിൽ വൈമാ മദ്കൂറുൻ അല അൽസിനത്തി സ്വഹാബ, അല്ലെങ്കിൽ സ്വഹാബത്തിനെ അറിയാം ആ രീതിയിലുള്ളത്. വലമ്മാ ഖുതില മിൻ ഖുറാഇഹി 70 ഫീ ഗസ്വത്തിൽ യമാമ, യമാമ യുദ്ധത്തിൽ 70 അഥവാ ഹുഫാദ് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഫസഅൽ മുസ്ലിമൂൻ, അപ്പയാണ് മുസ്ലിമീങ്ങൾക്ക് വെപ്രാളം വരുന്നത്. ഇങ്ങനെ ആൾക്കാരൊക്കെ മരിച്ചുപോലെ. അപ്പൊ എന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു ആശങ്ക, കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യാം? അങ്ങനെ ഉമർ റളിയല്ലാഹു വീണ്ടും മുഷാവറ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? സിദ്ദീഖ് റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇതൊരു ബിദ്അത്തുൻ ഹസനയാണ് എന്ന് ബോധ്യമാവുകയും അങ്ങനെ സെയ്ദ് ഇബ്നു സാബിത്ത് ഉൾപ്പെടെയുള്ള റളിയല്ലാഹു അൻഹു ആളുകളെയൊക്കെ നിയമിച്ചുകൊണ്ട് പലയിടങ്ങളിലായിട്ടുണ്ടായിരുന്നതിനെ ക്രോഡീകരിക്കാൻ ആരംഭിച്ചു. അതാണ് ഖുർആന്റെ ജംഅുമായി ബന്ധപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത്. ഇനി മുഖാത്തബി ഹാലാത്തുൻ, എത്ര അവസ്ഥകളാണ് മുഖാത്തബിനുള്ളത്? മൂന്ന് അല്ലെ? 3 അവസ്ഥകളാണ്. ഏതൊക്കെയാണ്? ഒന്ന്, നമ്മൾ സംസാരിക്കുന്ന ആൾ എന്തായിരിക്കും? ഖാലിദ്ദീനായിരിക്കും. സംസാരിക്കുന്ന ആള് ഖാലിദ്ദീനായിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തോടൊക്കെ പ്രത്യേകിച്ച് വിരോധമോ അല്ലെങ്കിൽ യോജിപ്പോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന ആശയത്തിൽ അയാൾ ശൂന്യ മനസ്കനായിരിക്കും. ഇതാണ് ഖാലിദ്ദീൻ എന്ന് പറയുന്നത്. അഥവാ ആ സംസാരത്തിന്റെ അവസ്ഥയെ നമ്മൾ ഇബ്തിദാഇ എന്ന് പറയും. അവിടെ നമുക്ക് തൈക്കീത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് അങ്ങനെയാണോ അല്ലേ എന്ന് ചെറിയൊരു ആശയക്കുഴപ്പം അയാൾക്കുണ്ടാവും. അവിടെ തൊലബിക്ക് എന്ന് പറയും. അവിടെ തൈക്കീത് ചെയ്യൽ നല്ലതാണ്, കാരണം അയാൾക്കൊരു സംശയം ഉണ്ടല്ലോ. മൂന്നാമത്തേത് നമ്മൾ പറയുന്ന ഹുക്മിനെ നിഷേധിക്കുന്ന ആളായിരിക്കും. അവിടെ ഇൻകാരിയ, അവിടെ തൈക്കീത് വാജിബാണ്, കാരണം നമ്മള് പറയുന്ന ആശയത്തെ അയാൾ ശരിക്ക് വിയോജിപ്പുണ്ട്. ഇതാണ് ഈ 3 അവസ്ഥ എന്ന് പറയുന്നത്. ഇനി 4 ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ആളുകൾ, ബാറൂദി, അബൂഷാദി, നുഐമ, നാസിക്, ഇവർ ഏത് മൂവ്മെന്റിന്റെ ഭാഗമാണ്? ഏതിനോടാണ് അവർ യോജിക്കുന്നത്?
ഓക്കെ. ഇതില് എല്ലാവർക്കും അറിയാലേ, ബാറൂദി ഏതിന്റെ ആളാണ്? മദ്രസത്തുൽ ഇഹിയ വൽ ബഅസ് അല്ലെ, റാസിഖിയ ജദീദയുടെ ആളായിരുന്നു ബാറൂദി എന്ന് പറയുന്നത്. അഹമ്മദ് സക്കി അബുഷാദി ഏതിന്റെ ആളാണ്? അപ്പോളോ സ്ഥാപിച്ചിട്ടുള്ള ആളാണ് അല്ലെ, അപ്പോളോ സ്ഥാപിച്ചിട്ടുള്ള ആളാണ് അബുഷാദ്. ഇനി മിഖായിൽ നൊയ്മ റാബിത കലമിയയുടെ മുസ്തഷാറും അതിന്റെ കാനൂൻ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. നാസിഖുൽ മലായിക ഷീറുൽ ഹൊറിന്റെ ആളാണ്. ഇപ്പൊ ഇതിലെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നാസിഖുൽ മലായിക ഷീറുൽ ഹൊറിന്റെ ആളാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പൊ നമ്മള് പൊതുവെ എല്ലാ ഓപ്ഷനും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഡിയുടെ നേരെ 1 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. ഇത് തെറ്റാന്ന് ഉറപ്പായി, കാരണം 1 അല്ല വരും. പിന്നെ ഇതുണ്ട്, പിന്നെ ഇതും തെറ്റാന്ന് ഉറപ്പായി. ഓക്കെ. പിന്നെ നമുക്ക് അടുത്ത അറിയുന്നത് ഇപ്പോ റാബിത കലമി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. മീഖായിൽ നൊയ്മ. മീഖായിൽ നൊയ്മ സി എന്ന് പറയുന്നത് 4ആണ്. സി എന്ന് പറയുന്നത് 4ന്റെ നേരാണ്. സി 4 അല്ല അവിടെ. അപ്പൊ ഇത് ഇവിടെ തെറ്റ്. ഇവിടെ ഒറ്റ ചിലപ്പോ ചില ആളുകൾക്ക് ഇത് മാത്രമേ അറിയുള്ളൂ, മീഖായിൽ നൊയ്മ. അപ്പൊ അവർക്ക് ഒറ്റ കാര്യം അറിയോടെ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്ക് അറിയുന്ന ഇത് നോക്കി എല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് നോക്കി ഇങ്ങനെ ബേജാറാവേണ്ട ആവശ്യമില്ല. നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അത് ഇതില് എത്ര ഉണ്ട് നോക്കും. ഒറ്റ ഒന്നല്ലെങ്കിൽ പിന്നെ വേറെ ആലോചിക്കേണ്ടതില്ല. നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ ആ ഒരൊറ്റ അറിവ് മതി. ഓക്കെ. ഇനി താഴെയുള്ള കവികൾ ഷുഅറാഇനെ അവരുടെ ജനിച്ച വർഷം അനുസരിച്ചിട്ട് ക്രമീകരിക്കുക. ആധുനിക കവികളാണ്. വേഗം ആൻസർ ചെയ്യൂ. ഓക്കെ. നമുക്ക് ഓരോ വർഷം ആദ്യം അറിയണം അല്ലെ. അപ്പൊ ഇതില് എല്ലാ ആളുകളുടെയും വർഷം ചിലപ്പോ ചില ആളുകൾക്ക് അറിഞ്ഞോളണമെന്നില്ല. എന്നാൽ നമുക്ക് ആ കറക്റ്റ് വർഷം അറിഞ്ഞിട്ടില്ലെങ്കിലും ഇതിൽ ആ ക്രമം അറിഞ്ഞാൽ മതി. ഇതിൽ അഹമ്മദ് ഷോക്ക് ജനിക്കുന്നത് എപ്പോഴാണ്? 1868 അല്ലെങ്കിൽ 69, രണ്ടഭിപ്രായമുണ്ട്. 68, 69. ഖലീൽ മത്രം ജനിക്കുന്നത് എപ്പോഴാണ്? 1972. ഓക്കെ. മഹറൂഫ് ഫറൂഖ് ജനിക്കുന്നത് എപ്പോഴാണ്? 870. ഹാഫിദ് ഇബ്രാഹിം ജനിക്കുന്നത് 72 പറയുന്നുണ്ട്. പക്ഷെ 70 അഭിപ്രായമുണ്ട്, 71 അഭിപ്രായമുണ്ട്, 72 അഭിപ്രായമുണ്ട്. ഓക്കെ. ഏതായാലും എ ആണ് ആദ്യം വരിക, 68. ശേഷം 70, 71, 72 അഭിപ്രായമുള്ള ഹാഫിദ് ഇബ്രാഹിം ആണ് വരിക. പിന്നീട് 72 മൊത്രാനാണ്. പിന്നീട് 75 റുസാഫിയാണ്. ഇതിൽ നിങ്ങൾക്ക് ആകെ അറിയുന്നത് ഇതെല്ലാം അറിയില്ല എന്ന് വിചാരിക്കാം. അഹമ്മദ് ഷൗക്കിയും അയാളുടെ തൊട്ട് ശേഷം ഹാഫിദ് ഇബ്രാഹിമും ഉണ്ടെന്ന് അറിയാം. ഓക്കെ. ബാക്കി ഇപ്പൊ ബാറൂദി അല്ലാത്ത ആളുകളൊക്കെ യൂണിറ്റ് 7 അഹമ്മദ് ഷൗക്കിക്ക് ശേഷമാണെന്ന് പറയാം. ഇത് കവികളുടെ കൂട്ടത്തിൽ കേട്ടോ, അല്ലാതെ നമ്മുടെ മാറൂൻ നഖാഷൊക്കെ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ തന്നെയാണ്. അപ്പോ എ ഡി ആണ് ആദ്യത്തെ 2 നിങ്ങൾക്ക് അറിയാം. ബാക്കി നിങ്ങൾക്ക് വലിയ ധാരണ, ബി ആണോ സി ആണോ എന്ന് അറിയില്ലെങ്കിൽ എ ഡി എന്നുള്ളത് വെച്ചാൽ മതി. കാരണം ഈ എ ഡി ആദ്യം വരുന്നത് 8 ഓപ്ഷനേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ വേറെ രൂപത്തിലാണ്. ഓക്കെ. അപ്പൊ നമുക്കറിയാവുന്ന ചെറിയ പരിമിതമായ അറിവ് കൊണ്ട് തന്നെ ഒരു പക്ഷെ ചിലപ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അത്തരം പഴുതുകളെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഇനി ഫൂട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അറബി എന്താ?
അസ്വറുൽ മഖ്സൂന അല്ലെ. നമ്മൾ CCTV ഫുട്ടേജ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അവിടെ ഒപ്പിയെടുക്കപ്പെട്ട ചിത്രങ്ങളാണ് അല്ലെ. അപ്പൊ ലഖ്ദാമുൽ മഹ്ഫൂദ എന്നുള്ളതല്ല അറബിയിൽ പ്രയോഗിക്കാറുള്ളൂ. ലഖ്ദാമുൽ മഹ്ഫൂദ സേവ്ഡ് ഫീറ്റ് എന്നൊക്കെ പറയാം. അൽ വദാഇഉൽ മുസവ്വന, വദാഇ എന്ന് പറഞ്ഞ ഡെപ്പോസിറ്റ് ആണ്. ഫവാരിഖുൽ ബഈദ അല്ലെ, ഫവാരിഖ് അൽ ബഈദ എന്ന് പറഞ്ഞാൽ ഫർക്കുകൾ അല്ലെ, ഡിഫറൻസുകളാണ്. അപ്പോ ഫൂട്ടേജിന്റേത് ഏതാണ്? അസ്വർ അൽ മഖ്സൂന എന്നാണ്. ഇനി റാബിത്ത കലമി എപ്പോഴാണ് യാഥാർത്ഥ്യമായത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. റാബിത്ത കലമ യാഥാർത്ഥ്യമായത് വിശദീകരിക്കേണ്ടതില്ല. 1920-ലാണ്. 1916 അതിന്റെ ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഒഫീഷ്യലി നിലവിൽ വരുന്നത് 20-ലാണ്. 1921 മദ്രസത്തു ദീവാൻ പുറത്തു വരുന്നു, പ്രഖ്യാപിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഔദ്യോഗികമായി നിലവിൽ വരുന്നത്. 1923 അതിന്റെ വർഷത്തിന്റെ പ്രത്യേകത മിഖായിൽ വേമയുടെ അൽ ഗിർബാൽ എന്ന ഗ്രന്ഥവും ഖലീൽ ജിബ്രാന്റെ അൻ നബി എന്ന് പറയുന്ന ഗ്രന്ഥവും ആ വർഷമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി മുഅല്ലഖാത്തിലെ 3 കവികൾ, അവരാണ് മറ്റുള്ള എല്ലാ ആളുകളെക്കാളും ഉഷാറായിട്ടുള്ളത്. ആരാണ് 3 കവികൾ? ഇമ്രുൽ ഖൈസ്, സുഹൈർ ബിൻ അബി സലമ, അൻ നാബിഗ അദ്ദബിയാനി, ഇവരാണ് അതിന്റെ 3 ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇബ്നു സലാം ജുംഹിയെ പോലെയുള്ള ആളുകളൊക്കെ കവികളെ തൊബക്കകളാക്കി തിരിച്ചെടുത്തൊക്കെ വലിയ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള 3 പേര് ഈ ആളുകളാണ്. ഓക്കെ, ഇനി ഷായിറുൻ അറബിയുൻ ദഹബ ബിഞ്ചൽ തറാബ് ആദമിന 912, ഇംഗ്ലണ്ടിലേക്ക് പോവുകയും 912 അവിടെ നിന്ന് മടങ്ങി വരികയും ചെയ്തു. വഖ്താറ ബൂർ സഈദ് മസ്ഖത്ത ഖൈസിഹി ലിയഖ്ദിയ ഫീഹാ ബഖിയത ഹയാത്തി, ശിഷ്ടകാലം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ചെലവഴിക്കാൻ വേണ്ടി ബൂർ സഈദ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം അലക്സാണ്ട്രിയയിലേക്ക് പോയി, അവിടെ വെച്ച് 988 മരണപ്പെടുകയും ചെയ്തു. ആരാണ് ഈ കവി എന്നുള്ളതാണ് ചോദ്യം. അബ്ദുറഹ്മാൻ ഷിക്രിയാണ് അല്ലെ. നമുക്ക് ഷൗക്കി ദൈഫിന്റെ മോഡേൺ ജുസ് അസ്റുൽ ഹദീസ് എടുത്ത് നോക്കിയാൽ കാണാം, അദ്ദേഹം അബ്ദുറഹ്മാൻ ഷിക്രിയുടെ ഭാഗമാണിത്. ഷൗക്കി ദൈഫിൽ അബ്ദുറഹ്മാൻ ഷിക്രിയെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. 958 അദ്ദേഹം മരണപ്പെട്ടത്. അവിടെ തന്നെ ക്ലിയർ ആണ് കാര്യങ്ങൾ. ഓക്കെ, എന്നിട്ട് പറയുന്നു അദ്ദേഹം 909 എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആദ്യ ദീവാൻ ലൗഹുൽ ഫജ്ർ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്കുള്ള നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 912 മടങ്ങി വന്നു. അതാണ് ചോദ്യം. 912 മടങ്ങി അല്ലെ. എന്നിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? അലക്സാണ്ട്രയിലെ റീസിയൻ അസാനവിയ അവിടെ നിയമിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ 2ാം ദീവാന് പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നിടത്ത് അവസാനം പറയുന്നു അദ്ദേഹം എന്ത് ചെയ്തു? വഖ്താറ ബൂർ സഈദ് مسقط الرئيسي ليمضي فيها بقية حياته ثم تركها إلى الإسكندرية وفيها لبى داعي ربه. ഇപ്പോ ഡിസംബർ 1958. ഓക്കെ, അപ്പൊ ഷൗക്കി ദൈഫിൽ നിന്നുള്ള ചോദ്യം കൂടിയാണ്. ഇനി ഷായർ അറബിയൻ മഅറൂഫൻ അസ്സസ മഅ ജിബ്രാൻ വ സ്വഹബിഹി ജമാഅ, ജിബ്രാന്റെ കൂടെ, ജിബ്രാന്റെയും കൂട്ടുകാരുടെ ഒക്കെ കൂടെ ഒരു മൂവ്മെന്റ് സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്? താഴെ കൊടുത്തിട്ടുള്ളത്.
മീഖായിൽ നൊയ്മയാണ് അല്ലെ. മീഖായിൽ നൊയ്മയാണ് നമ്മളെ റാബിത്ത കലമിയെ ജിബ്രാന്റെ കൂടെ സ്ഥാപിക്കുന്നത് അല്ലെ. 1920 റാബിത്ത കലമിയെ സ്ഥാപിക്കുന്നത് മീഖായിൽ നൊയ്മയും ജിബ്രാനും ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇനി മീഖായിൽ നൊയ്മ അദ്ദേഹത്തിന്റെ മസ്റഹിയയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം ഏത്? ഇവിടെ ചോദ്യം വളരെ ജനറലി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ എല്ലാ മസ്റഹിയിലും ആ വിഷയം കൈകാര്യം ചെയ്തു എന്ന അർത്ഥത്തിലാണ് ചോദ്യം ഉള്ളത്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള പ്രശ്നം ഇതാണ് അദ്ദേഹത്തിന്റെ മസ്റഹിയയിലെ. ഇത് യഥാർത്ഥത്തിൽ ലാബ വൽ ബനൂൻ എന്ന് പറയുന്ന മീഖായിൽ നൊയ്മയുടെ മസ്റഹിയയുടെ കണ്ടന്റ് ആണ്. പക്ഷെ മുമ്പൊരു പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, ആബാ വൽ ബനൂനിലുള്ള തീം എന്താണ് എന്ന അർത്ഥത്തിൽ. പക്ഷെ ഈ ചോദ്യം ജനറലി ആയിട്ടുള്ള പോലെയുള്ളത്. ഇത് നോക്കൂ, നമ്മള് അന്നഫാഖുരല്ല ലാബ വൽ ബനൂൻ എന്ന് പറയുന്നുണ്ട്, അത് 4 ഫസലുകളിലായിട്ടുള്ള മസ്റഹിയാണ്. എന്നിട്ട് ഇങ്ങനെ അദ്ദേഹം പറയാണ്, അന്നഫാഖുരി പറയാണ് ആലജ മീഖായിലുള്ള ഫീ മസ്റഹിയ്യത്തിഹി എന്ന് പറഞ്ഞാൽ ഈ ആബാ വൽ ബനൂൻ എന്ന് പറയുന്ന മസ്റഹിയാണ്. അതിന്റെ താഴെയുള്ള വിശദീകരണമാണ്. പക്ഷെ ചോദ്യം ഉണ്ടാക്കിയാൽ ഇതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. എന്നിട്ട് ജനറലി ആണെന്ന് നിലക്ക് ചോദ്യം ഇട്ടതാണ്. ഖളിയത്ത സിറായി മാ ബൈന ദിഹ്നിയ അൽ ഖദീമ വ ദിഹ്നിയ അൽ ജദീദ. ഓക്കെ, അപ്പൊ ഇത് ആബാ വൽ ബനൂൻ എന്ന് പറയുന്ന മസ്റഹിയയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അവര് അതിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു തീമാണ്. പക്ഷെ ചോദ്യം ജനറലിയാണ്. പക്ഷെ വേറൊരു പരീക്ഷയ്ക്ക് എന്തായിട്ടുണ്ട്, ഇത് കറക്റ്റ് ആബാ വൽ ബനൂനിന്റേതാണ് എന്ന് നിലക്ക് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അബൂ തമാമിനേക്കാൾ വലിയ കവിയാണല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ആ വാചകം കൊണ്ട് എനിക്കൊരു ഉപകാരവും ഇല്ല എന്നാണ്. ആരാണ് അദ്ദേഹം? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ഓക്കെ, വാങ്ങി പള്ളി പോകും. ഇത് ബുഹത്തരിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ബുഹത്തരിയെ കുറിച്ചാണ് ഈ സ്റ്റേറ്റ്മെന്റ്. നോക്കൂ, ബുഹത്തരി അദ്ദേഹം പാടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തലയൊക്കെ ആട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ അല്ലെ വസ്ത്രത്തിന്റെ കൈയിന്റെ ആ തലപ്പ്, എന്നിട്ട് അതിങ്ങനെ ഓരോ ബൈത്തിന്റെ സമയത്ത് അദ്ദേഹം പറയും ഹസൻ, ഞാൻ നല്ല പാട്ടാണല്ലോ പാടിയത്. എന്നിട്ട് കേൾക്കുന്ന ആളോട് പറയും മാലക്കും ലാ തഖൂലൂന ഹസൻ, തങ്ങൾ എന്താ ഞാൻ ഉഷാറായി എന്ന് പറയാത്തത്? അതാ വല്ലാഹി മാല ഹുസ്നു അഹദൻ യഖൂല മിസ്ല, ഇങ്ങനെ ഒരാൾക്കും പാടാനൊന്നും കഴിയില്ല എന്ന് അദ്ദേഹം പറയും. ഇതിന് ശേഷം പറയാണ് കവിത കേട്ട് ചില ആൾക്കാരെ പറഞ്ഞു അന്ത അഷ്കർ മിൻ അബീ തമാം, നമ്മൾ അബൂ തമാമിനേക്കാൾ ഉഷാറാണല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ് മാ യൻഫഉനി ഹാദൽ ഖൗൽ, ഇതുകൊണ്ട് എനിക്കൊരു ഉപകാരവും ഇല്ല. വലാ യദുറു അബാ തമാം, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മരിച്ചുപോയ അബൂ തമാമിന് ഒരു ബുദ്ധിമുട്ടും വരാനില്ല. കാരണം എന്താ പറയാ, വല്ലാഹി സത്യം പറയാലോ, മാ അക്കൽത്തുൽ ഖുബ്സ ഇല്ലാ ബിഹി, ഇനി ഞാൻ വല്ല റൊട്ടിയും തിന്നിട്ടുണ്ടെങ്കിൽ അത് മൂപ്പര് കാരണം. എന്ന് പറഞ്ഞാല് ഈ കവിതകളൊക്കെ പാടി രാജാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോലും ഹദിയ കൊടുക്കണ്ടേ. അപ്പൊ അത്ര നല്ല കവിതകളായി എന്റേത് മാറിയിട്ടുണ്ടെങ്കിൽ അത് അബൂ തമാമിന്റെ ശിഷ്യനായത് കൊണ്ടാ. വല വധത്തു അനൽ അമ്രകമാക്കാലു, ആൾക്കാര് പറയുന്നുണ്ട് ഞാൻ അബൂ തമാമിനേക്കാൾ ഉഷാറാവണമെന്ന്. പക്ഷെ എനിക്കും അതിനാണ് ഇഷ്ടം, അബൂ തമാമിനേക്കാൾ ഞാൻ ഉഷാറാവണം തന്നെയാണ് എന്റെയും താല്പര്യം. വലാക്കിനി, പക്ഷേ അള്ളാഹു സത്യം, താബിഉൻ ലഹു, ഞാൻ ആരാണ്, വലാക്കിനി താബിഉൻ ലഹു, ഞാൻ അയാളുടെ ഒരു ഫോളോവറാണ്. ആഖിദുൻ മിൻഹു, ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ലായിദുൻ ബിഹി, അയാളിലാണ് എന്റെ അഭയം. നസീമി, എന്റെ ഈ കാറ്റ്, യർക്കദു ഇൻദ ഹവാഹി, അയാളുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങി കെട്ടിക്കിടക്കുകയാണ്.
വാർലി തൻഹഫിദു ഇൻദ സമാഹി, അദ്ദേഹത്തിന്റെ ആകാശത്തിനു താഴെയാണ് എന്റെ ഭൂമി. അപ്പോ അദ്ദേഹം എന്തെങ്കിലും ഉഷാറാവാന്ന് പറയാത്തെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വലിയ അഹങ്കാരിയാന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷെ അദ്ദേഹത്തിന്റെ കവിതയിലുള്ള ഒരു ആത്മവിശ്വാസമാണിത്. പക്ഷെ അദ്ദേഹം തന്റെ ഗുരുനാഥനായിട്ടുള്ള അബൂ തമാമിനോട് കാണിക്കുന്ന ഒരു മര്യാദയും വിനയവും കണ്ടില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ. അടുത്തത് അബ്ദുൽ ഖാഹിർ ജുർജാനിക്ക് ഇൽമുൽ അറുദിൽ വലിയ സ്ഥാനമുണ്ട്. അബ്ദുൽ ഖാഹിർ ജുർജാനി ഇൽമുൽ മാരിം ഇൽമുൽ ബയാനിലും ഒക്കെ അത് സ്ഥാപിച്ചിട്ടുള്ള ഒരാളാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരി? സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശരിയല്ല അല്ലെ? ഇൽമുൽ അറൂദിൽ അബ്ദുൽ ഖാഹിർ ജുർജാനിക്ക് സവിശേഷമായ ഇടമുള്ളതായിട്ട് പറയപ്പെടാറില്ല. ഇൽമുൽ മആനിം ഇൽമുൽ ബയാനിലും ഒക്കെ അദ്ദേഹത്തിന് സവിശേഷമായ ഇടമുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. അന്നശ്റു മസ്കുൻ വൽ വുജൂഹു ദനാനീർ വഅത്റാഫുൽ അകുഫി അനമു. ഈ സുഗന്ധം എന്ന് പറയുന്നത് കസ്തൂരിയെ പോലെയാണ്. വൽ വുജൂഹു മുഖങ്ങൾ എന്ന് പറയുന്നത് ദീനാറ് പോലെയാണ്, നല്ല വൃത്തം കാര്യങ്ങളൊക്കെ ഉണ്ട്. വഅത്റാഫുൽ അകുഫി കയ്യറ്റങ്ങൾ വിരലറ്റം എന്ന് പറയുന്നത് അനമുൻ അനമു പോലെയാണ്. ഓക്കെ, വെള്ള പനിനീർ ചെടി അതുപോലെയൊക്കെയാണ്. ഈ തശ്ബീഹ് എന്തിനുള്ള തശ്ബീഹ്, അല്ലെങ്കിൽ ഏത് ഇനം തശ്ബീഹ്? വേഗം വേഗം ആൻസർ ചെയ്യണേ. തശ്ബീഹ് ബലീഗ് ആണ് അല്ലെ? തശ്ബീഹ് ബലീഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രധാനമായിട്ടും ഈ അദാത്ത്, അതേപോലെ വജ്ഹ് ശബഹ്, ഇതിനെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ എന്താവാറുള്ളത്? തശ്ബീഹിനെ പൊതുവെ തരംതിരിക്കാറുള്ളത്. ഓക്കെ, മുവക്കദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുവക്കദ് എന്ന് പറയുമ്പോൾ അദാത്ത് കളഞ്ഞത്, വജ്ഹ് ശബഹിലേക്ക് നോട്ടല്ല അല്ലെ? മുർസൽ എന്ന് പറയുമ്പോ അദാത്തെ പറയപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതുപോലെ എന്ന് പറഞ്ഞപ്പോ തന്നെ തശ്ബീഹിന്റെ പദവി താഴോട്ട് പോയി. എന്നാൽ സെയ്ദ് സിംഹമാണ് എന്ന് പറയുമ്പോൾ സെയ്ദ് സിംഹം തന്നെയാണ് എന്നൊരു രീതിയിൽ തൈക്കീത് വന്നു അവിടെ തശ്ബീഹിന് അല്ലെ? അപ്പൊ ഇവിടെയും വജ്ഹു ശബഹിലേക്ക് നോട്ടല്ല. മുജ്മല് എന്ന് പറഞ്ഞാലോ? മുജ്മല് അദാത്തിലേക്ക് നോട്ടല്ല. എവിടേക്കാണ്? വജ്ഹു ശബഹ് ഉണ്ടാവൂല അല്ലെ? സെയ്ദ് സിംഹത്തെ പോലെയാണ്, അല്ലെങ്കിൽ സെയ്ദ് സിംഹമാണ്, ഏത് വിഷയം എന്ന് പറഞ്ഞില്ല. അപ്പൊ എല്ലാത്തിലും അങ്ങനെയാണ്, മൊത്തത്തിൽ. അതാണ് മുജ്മൽ, മൊത്തത്തിൽ അങ്ങനെയാണെന്നുള്ളൊരു തോന്നലുണ്ടോ? പിന്നെ അവിടെ അദാത്ത് വജ്ഹു ശബഹ് പറയപ്പെട്ടാലോ അത് മുഫസ്സലാവുകയും ചെയ്തു. എന്നാൽ അദാത്തും ഇല്ല, വജ്ഹു ശബഹും ഇല്ല. ഇത് രണ്ടും ഇല്ലാത്തതിനാണ് എന്ത് പറയുന്നത്? ബലീഗ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? സംസാരിക്കില്ലേ? നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യണം സംസാരിക്കുന്നുണ്ടെങ്കിൽ. ഫാരിസ്. അദറക ജരീറൻ വഹജാഹു. അദ്ദേഹം ജരീറിനെ കണ്ടപ്പോ ജരീറിനെ നന്നായിട്ട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ കാല, എന്നിട്ട് അദ്ദേഹം പറയാണ് ഹജൗത്തു ജരീറൻ, ഞാൻ ജരീറിനെ ആക്ഷേപിച്ചിരിക്കുന്നു. ഫസ്തസഖറനി, അദ്ദേഹം എന്ത് ചെയ്തു? ഫാരിസ്. ഫാരിസ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ക്ലാസ്സിൽ ശബ്ദം വരുന്നത്. ഫസ്തസ്ഖറനി, ജരീർ എന്തായി? എന്നെ ചെറുതാക്കി കളഞ്ഞു, അദ്ദേഹത്തെ ചെറുതാക്കി കളഞ്ഞു. വയറതന്നി, എന്നെന്തായില്ല, മറുപടി ഒന്നും എനിക്ക് തന്നില്ല. കാരണം ചില ആൾക്കാരുണ്ടാവുമല്ലോ, വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ മത നേതാക്കൾക്കെതിരെ ഒക്കെ പ്രസ്താവന നടത്തും. ആ നേതാക്കന്മാർ തിരിച്ചു പറഞ്ഞാല്
ആ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് വൈറലാകുമല്ലോ. അപ്പൊ ഇയാൾക്കെതിരാണ് പറഞ്ഞത്, അപ്പൊ ഇയാൾ ഇത്രയും പ്രധാനപ്പെട്ട ആളല്ലേ എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കല്ലോ. അപ്പൊ ആളുകൾക്കിടയിൽ വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വീകരിച്ച ഒരു പരിപാടിയായിരുന്നു. പക്ഷെ ജരീറിനെ സംബന്ധിച്ചിടത്തോളം ബഷാർ ലോക്കലായ ഒരാളല്ലേ. കാരണം അബ്ബാസി കാലഘട്ടത്തിന്റെ അല്ല അമവി കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അങ്ങനെ വരുന്ന ഒരാളല്ലോ ബഷാർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒരു ഇരയായിട്ട് ആര് കണക്കാക്കിയിട്ടില്ല, ജരീർ കണക്കാക്കിയിട്ടില്ല. അപ്പൊ ജരീർ ഒരു മറുപടിയും കൊടുത്തില്ല. ബഷാർ ആണ് അല്ലെ. ബഷാർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു കാര്യം. ഓക്കെ. ജയ്യാത്തിൽ തന്നെ കാണാൻ പറ്റും. ബഷാർ അദ്ദേഹത്തിന്റെ 10ാമത്തെ വയസ്സിൽ കവിത ആരംഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൗമാരൊക്കെ എത്തിയ സമയത്ത് തന്നെ അദ്ദേഹം ഫേമസ് ആയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ജരീറിനെ എത്തിച്ചു. അപ്പൊ ജരീർ മറുപടി അറിഞ്ഞെങ്കിൽ ഞാൻ ആൾക്കാരുടെ ഏറ്റവും വലിയ കവിയാകുമായിരുന്നു, ഫേമസ് ആയിട്ട്. അപ്പോ അതിനുള്ള ഒരു തന്ത്രമായിരുന്നു. പക്ഷെ ജരീർ മൈൻഡ് വെച്ചില്ല. ഇനി 506 ജനിച്ചിട്ടുള്ള ഉന്തുരുസുകാരനായിട്ടുള്ള അദീബും ഫിലോസഫറും ഒക്കെ ആയിട്ടുള്ള ആൾ ആരാണ്? ഇബ്നു തുഫൈലാണ് അല്ലെ. ഇബ്നു തുഫൈലുമായി ബന്ധപ്പെട്ട് ഷൗക്കീ ദൈഫ് പറയുന്നുണ്ട്, അയ്യൂബിൻ യഖ്ലാൻ എന്ന കഥ അത് ഇബ്നു തുഫൈലിന്റേതാണ്. ഹിജറ 6-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചത്. അഥവാ 506 മുതൽ 581 വരെ. അപ്പൊ 506 എന്നുള്ളത് ഷൗക്കീ ദൈഫിൽ തന്നെ പറയുന്നുണ്ട്. ഇനി കാന യുഅല്ലിഫുൽ കിതാബ ലിൽ അമവിയ്യന ബിൽ ഉൻദുലുസ് സിർറൻ ഫനഅമൂന അലൈഹി. എന്താണ് വളരെ സീക്രട്ട് ആയിട്ട് ഉന്തുരുസിലെ ഭരണാധികാരികൾക്ക് വേണ്ടി അദ്ദേഹം എന്താവാറുണ്ടായിരുന്നു, എഴുതാറുണ്ടായിരുന്നു. ആരാണ് ആ ശൈലിയിലുള്ള ആൾ? അബുൽ ഫർജ് അസ്ഫഹാനിയാണ്. അതൊന്ന് വേഗം വേഗം ആൻസർ ചെയ്യട്ടോ. അബുൽ ഫർജ് അസ്ഫലെ ഹസൻ സിയാത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അബുൽ ഫർജ് അസ്ഫഹാനിയെ പറയുന്നിടത്ത് 284 to 356 അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നു അദ്ദേഹം പൗരസ്ത്യ നാട്ടിലെ ഭരണാധികാരികളുടെ ധർമ്മം അദ്ദേഹത്തിന് മതിയാകുമായിരുന്നില്ല. അതുകൊണ്ട് രഹസ്യമായിട്ട്, കാരണം അദ്ദേഹം ഈ അമവികള് ഇദ്ദേഹം ഷിയഈ ആയിരുന്നു. അപ്പോ അമവികളുമായി ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് അങ്ങനെ പറ്റൂലല്ലോ. അതുകൊണ്ട് വളരെ സീക്രട്ട് ആയിട്ട് ഇദ്ദേഹം അവർക്ക് എഴുതും. വക്കാനെ യുജാഹിർ ബിത്തശയ്യുബ്. മൂപ്പര് പരസ്യമായിട്ട് ഈ ആലി നബിയൊക്കെ പക്ഷം നിന്നിട്ടുള്ള ഒരാളാണ്. ഈ പക്ഷത്തിൽ നിന്ന് പരസ്യമായിട്ട് നിൽക്കും. പക്ഷെ സീക്രട്ട് ആയിട്ട് അമവികൾക്ക് വേണ്ടി രചന നടത്തുകയും ചെയ്യും. ബഹുവ അമവിയുൻ നഖിയത്തൻ ലിശ്ശിഅ വമുദാറാത്തൻ ലിഅന്നഹു ഫീ ബിലാദിഹിം നശഅ വബിഫളിഹിം ദഹറ. ഓക്കെ. അപ്പോ അബുൽ ഫർജ് അസ്ഫാനിയാണ് ഈ ഒരു സ്വഭാവക്കാരൻ. ഇനി റഷഹത്ത് കുല്ലിയ الآداب عموما ببعثتها إلى السوربون وقضى فيها 9 سنوات. 9 വർഷക്കാലം അവിടെ ചെലവഴിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം.
മുഹമ്മദ് മന്ദൂർ ആണ് അല്ലെ. മുഹമ്മദ് മന്ദൂർ ആണ്. പാരീസിൽ അദ്ദേഹം ഈ സോർബോണിൽ പോയി അല്ലെ. സോർബോണിൽ പോയി അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അദബിലും അതേപോലെ ഗ്രീക്ക് ലാംഗ്വേജിലൊക്കെ. അങ്ങനെ അവിടെ അവിടെ എന്ത് ചെയ്തു, അദ്ദേഹം സന്നിഹിതനാവുക, കുറെ മുഹാദറകൾക്കൊക്കെ സന്നിഹിതനാവുകയൊക്കെ ചെയ്തു. അങ്ങനെ 9 വർഷക്കാലം 1930 മുതൽ 1930 വരെ അവിടെ അദ്ദേഹം പഠിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ആ സമയത്ത് എന്തായിട്ടില്ല, ഡോക്ടറേറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഡോക്ടറേറ്റ് കിട്ടാതെയാണ് അദ്ദേഹത്തിന്റെ ആ ഫസ്റ്റ് പോക്കിന്ന് അദ്ദേഹം മടങ്ങി വരുന്നത്. ഇനി താഴെയുള്ളതിലെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ്? ജിബ്രാന് അമേരിക്കയിലേക്ക് 890-ലാണ് പോയിട്ടുള്ളത്. ഈലിയ മുമാലി മജലത്തു സമീർ പ്രസിദ്ധീകരിച്ചു. ഇർബാല് എന്ന് പറയുന്നത് നുഐമയുടെ നഖദിലുള്ള ഗ്രന്ഥമാണ്. ഇല്യാസ് ഫറഹത്താണ് മജലത്തുൽ ഫുനൂൻ സ്ഥാപിക്കുന്നത്. ഈ 4 ഏതൊക്കെയാണ് ശരി എന്നുള്ളത്? എല്ലാവർക്കും അറിയാലേ? ശരിയായിട്ടുള്ളത് ബിയും സിയും മാത്രമാണ്. ജിബ്രാൻ അമേരിക്കയിലേക്ക് പോകുന്നത് 895-ലാണ്. മജലത്ത് സമീർ അബുമാലിയുടെ തന്നെയാണ്. നൊയ്മയുടേത് നഖ്ദുമാണ്. ഇല്യാസ് ഫറഹത്ത് അല്ല ഫുനൂൻ സ്ഥാപിക്കുന്നത്. മജലത്തുൽ ഫുനൂൻ സ്ഥാപിക്കുന്നത് ആരാണ്? നസീബ് ബരീദയാണ്. അത് 1912-ലോ 13-ലോ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അല്ലെ, അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഓക്കെ. അദ്ദേഹത്തിന് കവിത മതിയായില്ല. അങ്ങനെ അദ്ദേഹം ഫിഖ്ഹ് പഠിച്ചു. അങ്ങനെ അദ്ദേഹം വലിയ പണ്ഡിതനും ആരിഫും ഫിഖ്ഹ് ഹുക്മുകൾ അറിയുകയൊക്കെ ചെയ്യുന്ന ആളും ഫത്വ ഒക്കെ കൊടുക്കുന്ന ആളാണ്. ആരായിരുന്നു അദ്ദേഹം? ഇത് ഉമ്മഹാത്തുൽ കുത്തുബിന് നേരിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ. അബൂനുവാസ് ആണ് അല്ലെ. നോക്കൂ, ഷൗക്കി ലൈഫ് അബൂനുവാസിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത്, അബൂനുവാസിനെ കുറിച്ച് അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തുടക്കത്തിൽ പറയുന്നുണ്ട്. ശേഷം പറയുന്നത് വലം യക്തഫി ബിശ്ശീരി, അദ്ദേഹത്തിന് കവിത മതിയായില്ല. വല്ലുഗ, ഭാഷയും. ഫഖത്ത് തലബൽ ഫിഖ്ഹ, അങ്ങനെ അദ്ദേഹം ഫിഖ്ഹ് പഠിച്ചു, തഫ്സീർ പഠിച്ചു, ഹദീസ് പഠിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ബാക്കിയുള്ള ആളുകൾ പറയാണ്, ഇന്നഹു കാന ആലിമൻ ഫഖീഹൻ ആരിഫൻ ബിൽ അഹ്കാമി വൽ ഫുതിയ ബസീറൻ ബിൽ ഇഖ്തിലാഫി സാഹിബ ഹിഫ്ദിൻ വനദറിൻ വമഅരിഫത്തിൻ ബിതുറുഖിൽ ഹദീസ് യുഅറഫു നാസിഖൽ യഅരിഫു നാസിഖൽ ഖുർആനി വമൻസൂഖഹു വമുഹ്കമഹു വമുതശാബിഹഹു. ഓക്കെ. ഇൽമുൽ കലാം, അങ്ങനെ എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് വലിയ അവഗാഹം ഉണ്ടായി. ഷൗക്കി ലൈഫിലെ ഇബാറത്താണ്. ഉമ്മത്തുൽ കുത്തുബിന് നേരിട്ടുള്ള ചോദ്യം. ഇനി ഉസ്ബ ഉദ്ദുലുസിയിൽ ആദ്യ മെമ്പർ ആയിരുന്നു, പിന്നീട് അതിന്റെ തലവനായി. ആരാണ്? സിമ്പിൾ ചോദ്യമാണല്ലേ. ഇസ്ബ ഉദ്ദുലുസിയിൽ 3 തലവന്മാരെ ഉണ്ടായിട്ടുള്ളത്. മീഷാൽ മൗലൂഫ്, അദ്ദേഹം ആദ്യം തന്നെ തലവനായിരുന്നു. പിന്നീട് ഷഫീഖ് മൗലൂഫ്, റഷീദ് സലീം ഖൂരി. ഇതിൽ രണ്ടാമത്തെ ആള് റഷീദ് സലീം ഖൂരിയാണ്. മൂന്നാമനാണ് ഷഫീഖ് മൗലൂഫ്. ബാക്കിയുള്ള ആളുകൾ എന്തായാലും ഇല്യാസ് ഫറാത്ത് അതിൽ മെമ്പർ ആയിരുന്നു, പക്ഷെ തലവനായിട്ടില്ല. ഇലിയ അബുമാലിയും റഷീദ് അയ്യൂബും ഒക്കെ റാബിത കലമിയുടെ ആളുകളായിരുന്നു. ഇനി ജിബ്രാന്റെ രചന കുറിച്ചൊന്ന് പറയാമോ? ഏഹ് തലവന്മാരായ വർഷത്തെ കുറിച്ചൊന്ന് പറയാം. ഒരു സംശയം അവിടെ ഉണ്ടോ? അതില് പൊതുവെ പറയാനുള്ളത് 1932 to 42 വരെ മീഷാൽ മൗലൂഫേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒരാൾ പകരം വന്നിട്ടില്ല. പിന്നീട് 58-ലാണ് സ്ഥാനം അദ്ദേഹം റഷീദ് സലീം ഖൂരി ഏറ്റെടുക്കുന്നത് എന്ന് ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ 6 വർഷമാണ് മീഷാല് എന്നുള്ള അങ്ങനെ അഭിപ്രായം ഉണ്ടോ? അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ 10 വർഷക്കാലം മറ്റൊരാൾ വരാത്തത് കൊണ്ട് 10 വർഷം തന്നെയാണ് എന്ന നിലക്ക് പരിഗണിക്കുകയും NTA-യുടെ ഒരു ചോദ്യത്തിൽ അതാണ് ആൻസറായി വരികയും ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ രണ്ടും സാധ്യത ഉണ്ടല്ലേ? 8, 10, 6, 10 രണ്ടും അഭിപ്രായങ്ങൾ ഒക്കെ അല്ലെ? 10 എന്നുള്ളത് ഓഫീഷ്യലി ഒരു തവണ ആൻസറായി കൊടുത്തത് കൊണ്ട് 10-ന് പ്രാമുഖ്യം കൂടുതലായിരിക്കും. ഓക്കെ. ജിബ്രാന്റെ രചന അല്ല. 42-ന്റെയും 58-ന്റെയും ഇടയിൽ ആരും ഇല്ലായിരുന്നോ? 42-ന്റെയും 58-ന്റെയും ഇടയിൽ അങ്ങനെ പരാമർശം കാണുന്നില്ല. മജല്ല, ഉസ്ബ മജല്ല അല്ലേ അതിന്റെ വർഷം? അത് എത്ര വർഷമാണ് അങ്ങനെ? മജല്ല തുടക്കകാലങ്ങളല്ലേ സജീവമായി ഉണ്ടായിട്ടുള്ളൂ. 44 വരെ അങ്ങനെ എന്തോ ഉണ്ടത്, അങ്ങനെ ഒരു കണ്ടമാതിരി.
ഏതായാലും റഷീദ് സലീം ഖൂരിയുടെ സമയത്തൊന്നും മജൽ യുസ്ബ അത്ര സജീവമല്ലല്ലോ, തുടക്കകാലത്തേ ഉള്ളൂ എന്നുള്ളതാണ് എന്റെ ഓർമ്മ. ഓക്കെ. ഇനി ജിബ്രാന്റേതല്ലാത്ത ഫി മഹബിരിഹി, ഫി മഹബിരിഹി ആരുടേതാണ്? മീഖായിൽ നുഐമയുടേതാണ്. മീഖായിൽ നുഐമയുടേതാണ് മജല്ല ഫി മഹബിരിഹി എന്ന് പറയുന്നത്. ഇനി അബിയാത്തു ഷീരിക ഖൽ ഖുസൂരി ലാ ഖുസൂറ ബിഹാ യഊഖ് വമിനൽ അജായിബി ലഫ്ളുഹാ ഹുർറുൻ വമഅനാഹാ റഖീഖ്. ഇവിടെ രണ്ട് കലിമത്ത് ഹുർറ് റഖീഖ് ഇതിൽ അടങ്ങിയിട്ടുള്ള ബലാഗിയായിട്ടുള്ള സംഗതി ഇൽമുൽ ബദിയുമായി ബന്ധപ്പെട്ട് ഏതാണ് ഇതിനകത്തുള്ളത്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ? തൗരിയത്ത്. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് മാന ഉണ്ടാകും ഒരു ലഫ്ദിന്, അല്ലെ? ഒരു ലഫ്ദിന് രണ്ട് മാന ഉണ്ടാകും. ആ രണ്ട് മാനയിൽ കരീബു ബായിദ് ഇങ്ങനെയായിരിക്കും അതിന്റെ പോസിബിലിറ്റി. ഇത് കരീബാണ് ഉദ്ദേശിക്കുന്ന ആളുകൾ തോന്നും, ഒറ്റയടിക്ക് ആളുകൾ ആ മൈൻഡിലേക്കാണ് പോകുക, പക്ഷെ അവിടെ ഉദ്ദേശിക്കപ്പെട്ട മാന ബായിദായിരിക്കും. ഇവിടെ അത്ഭുതം എന്ന് പറയാം അതിന്റെ ലഫ്ദുകൾ ഹുർറുൻ സ്വതന്ത്രമാണ് എന്ന്. ആ ഹുർറ് എന്ന പദം കാണുന്ന സമയത്ത് ശേഷമുള്ള റഖീഖ് അതിന്റെ ആശയം അടിമയാണ്, റഖീഖ് എന്ന് തോന്നുന്നു എന്ന് ആളുകൾ കരുതും. പക്ഷെ ഇവിടെ റഖീഖ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം വളരെ നേർമ്മയുള്ളതാണ് എന്നതാണ്. അപ്പൊ ഇതാണ് തൗരിയത്ത് എന്ന് പറയുന്നത്. ഇനി സാഹിബ് ഇബ്നു ഉബാദിന്റെ രചനയല്ല ഏത്? അവിടെ സാറേ ഇമാമ തിബാക്ക് അങ്ങനെ വരുമോ? അങ്ങനെ തിബാക്കില് ഹുർറും റഖീഖും ആയതുകൊണ്ട് പിന്നെ ഈ തിബാക്ക് എന്ന് പറയുമ്പോ നമ്മളിവിടെ നേരിയത് ഈ സ്വതന്ത്രൻ അടിമ ആ ഒരു അർത്ഥത്തിലല്ലല്ലോ ഇവിടെ രണ്ടും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അല്ല, റഖീഖ് എന്ന് പറഞ്ഞാൽ അടിമ എന്ന് അർത്ഥല്ലേ? അപ്പൊ അല്ല, അങ്ങനെ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥമാണല്ലോ നോക്കുന്നത്. ആ ഓക്കെ. ഇമാമ വസിയാസ എന്ന് പറയുന്ന ഗ്രന്ഥം ആരുടേതാണ്? ഇബ്നു ഖുത്തൈബയുടെ ഗ്രന്ഥാണ് അല്ലെ? ഇബ്നു ഖുത്തൈബയുടേതാണ് ഇബ്നു ഇമാമ സിയാസ എന്ന് പറയുന്നത്. ഇനി അടുത്തത് റത്തബ ഫി കിതാബിഹി അൽ-അലാം അല അസ്മാഇ അസ്ഹാബിഹ വഇല്ലം യഷ്തഹിറു ബിഹ. ഓരോ പേരായിരിക്കും ചിലപ്പോൾ ഓരോരുത്തരും മഷ്ഹൂറായ പേരിലായിരിക്കും, പക്ഷെ അദ്ദേഹം ആ പേരനുസരിച്ചാണ് അതിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. ആരാണ് ആ രീതിയിൽ, അല്ലെങ്കിൽ ഏത് ഗ്രന്ഥത്തിലാണ് ആ ശൈലിയുള്ളത്? വഫയാത്തുൽ അയ്യാനിലാണ് അല്ലെ? വഫയാത്തുൽ അയ്യാനിന്റെ ആമുഖത്തിൽ തന്നെ ഇബ്നു ഖല്ലക്കാൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് അവരുടെ ഇസ്മ അനുസരിച്ച് ക്രോഡീകരിച്ചു എന്നുള്ള നിലക്കൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ വഫയാത്തുൽ അയ്യാൻ ഇബ്നു ഖല്ലിക്കാനിന്റെ വഫയാത്തുൽ അയ്യാനിലാണ് ആ ശൈലി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ذكرت جماعة من الأفاضل الذين شاهدتهم ونقلت عنهم أو كانوا في زمني ولم أرهم ليطلع على حالهم من يأتي بعدي ولم أقصر هذا المختصر على طائفة مخصوصة مثل العلماء بالملوك بالأمراء എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഗ്രന്ഥത്തിന്റെ ഒരു ഘടനയെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നു. ഇനി നാഖിദുൽ അറബിയ അൽ ഖദീം അൽ-ഇത്തിജാഹാത്തിൻ ഫാരിസിയ വ യൂനാനിയ, ഗ്രീക്ക് അതേപോലെ പേർഷ്യൻ ഫിലോസഫിയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാള്. വ അലമ്മ ബിൽ ലുഗത്തിൻ ഔ അക്സറ ഗൈറിൽ അറബിയ, അറബിയൊന്നും അല്ലാത്ത ഭാഷയൊക്കെ നന്നായിട്ട് അറിയാം. വത്തലാല ഉസൂലിൽ ഫൽസഫ വൽ കലാം, ഫിലോസഫിക്കലായിട്ടൊക്കെ നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട്. ആരാണ് അദ്ദേഹം? ഇബ്നു ഖുത്തൈബയാണ് അല്ലെ? ഇബ്നു ഖുത്തൈബയെ കുറിച്ച് ഷൗക്കത്ത് ലൈഫ് ഇങ്ങനെ പറയുന്നിടത്ത് അദ്ദേഹത്തെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഗ്രന്ഥം അൽ ഇമാമ വ സിയാസ, അത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അതേപോലെ അദ്ദേഹത്തിന്റെ ഷീർ വ ഷാർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന സഖാഫത്ത് യൂനാനിയ
അതേപോലെ ഫാരിസിയ, ഹിന്ദിയ, പിന്നെ അറബി അല്ലാത്ത മറ്റ് സഖാഫകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് എന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന്റെ ചെറിയൊരു ഭാഗമാണ്. അദ്ദേഹത്തിനുണ്ടല്ലോ വകദാലിക സഖാഫ യൂനാനിയ, ഹിന്ദിയ, സഖാഫ ബിൽ അറബിയ വൽ ഇസ്ലാമിയ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വിശദീകരിക്കും. ഇനി കവിത എന്ന് പറഞ്ഞാൽ പ്രാസം ഒപ്പിച്ചിട്ടുള്ള ബഹറിനകത്ത് ഉൾപ്പെടുന്ന ശൈലിയാണ് എന്ന് പറഞ്ഞ ആൾ ആരാണ്? എല്ലാവർക്കും ഒരേ സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് ഫാസ്റ്റ് ആക്കാണ്. എല്ലാവർക്കും അറിയാം ആരാണ് അങ്ങനെ കവിതക്ക് ആദ്യമായി നിർവചനം കൊടുത്തിട്ടുള്ള ആള്? ഖുദാമത്ത് ബിൻ ജഅഫറാണ് അങ്ങനെ നിർവചിച്ചിട്ടുള്ള ആൾ. ഓക്കെ. ഇനി ഹാജി ഖലീഫയുടെ രചന അല്ല തുഹ്ഫത്തുൽ കിബാർ, ദംഅത്തുൽ ബാക്കി, ജഹാന്നമ, തുഹ്ഫത്തുൽ അഖിയ. നമ്മളിത് കുട്ടികൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ടല്ലേ, ഹജ്ജിന് പോയാൽ തൂഫ കൊണ്ടുവരും, സമ്മാനം കൊണ്ടുവരും അല്ലെ. തുഹ്ഫത്തുൽ അഖിയാർ, തുഹ്ഫത്തുൽ കിബാർ ഒക്കെ അദ്ദേഹത്തിൻ്റെതാണ് അല്ലെ. ദംഅത്തുൽ ബാക്കി വലുഅത്തു ഷാക്കി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ രചന അല്ലാത്തത്. ഓക്കെ. ഹാജി ഖലീഫയുടെ ഗ്രന്ഥങ്ങളെ നമ്മൾ ഒരു കഥാരൂപത്തിൽ, ഹജ്ജിന് പോയ ഹാജിയുടെ കഥാരൂപത്തിൽ നമ്മൾ ക്രോഡീകരിക്കാം. പിന്നെ റാബിത്ത കലമിയുടെ അമീദ് ആരാണ്? റാബിത്ത കലമിയുടെ അമീദ് ആരാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ ആണ് റാബിത്ത കലമിയുടെ ആദ്യത്തെ തലവൻ എന്ന് പറയുന്നത്. മീഖായിൽ നബിയുടെ മുസ്തഷാർ ആയിരുന്നു, ഭരണഘടന ഉണ്ടാക്കിയ ആളാണ്. ഈലിയാബുമാദി, നസീബരിയതൊക്കെ അതിലെ പ്രധാനപ്പെട്ട വക്താക്കളാണ്. അവരുടെ മാഗസിനുകളിലായിരുന്നു റാബിത്തകയുടെ മെമ്പർമാരുടെ രചനകളൊക്കെ പുറത്തു വരാറുണ്ടായിരുന്നത്. ഈലിയാബുമാദി 1929 മജല്ല സമീർ സ്ഥാപിച്ചു. നസീബരിയ 1912 13 ഫുനൂൻ സ്ഥാപിച്ചു. പിന്നെ മജല്ല സായി ഉണ്ടായിരുന്നു അബ്ദുൽ മസീഹ് ഹദ്ദാദിന്. ഇവരുടെ മജല്ലകളിലൂടെയാണ് അവരുടെ എഴുത്തുകൾ പുറം ലോകം കണ്ടിട്ടുള്ളത്. അപ്പൊ 35 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കമ്മ്യൂണിറ്റിയിലൂടെ ഇത് ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കുമല്ലോ അല്ലെ. ഓക്കെ അല്ലേ? ഓക്കെ. അവസാനിപ്പിക്കാമല്ലോ അല്ലെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.